തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു വീട് വിൽപ്പനയ്ക്കുണ്ട്. 5.25 സെൻറ്റ് സ്ഥലത്ത് ഒരു പഴയ വീടാണ്, താമസയോഗ്യമായിട്ടുള്ള വീടാണ്. തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് കഴിഞ്ഞ് ഒരു വീട് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ആ രീതിയിലാണ് ലൊക്കേഷൻ. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് നട, അതായത് പടിഞ്ഞാറേ നടയിലേക്കുള്ള ആ എൻട്രൻസ് കഴിഞ്ഞ് ശ്രീവരാഹം റൂട്ടിലേക്ക് വരുമ്പോൾ ഇടതുവശത്തായിട്ട് രണ്ടാമത്തെ ലെഫ്റ്റ് ഇതാ ഈ കാണുന്ന പോലെ ഒരു ഇൻ്റർലോക്ക് വഴി കാണാം. ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കുളപ്പുരത്തോപ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞൊരു ആർച്ച് കാണും. അതിന് നേരെ എതിർവശം കാണുന്ന വഴി ഇവിടെ നിന്നിങ്ങനെ നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ വീട് കാണാൻ സാധിക്കും. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ചൊരു 50 മീറ്റർ കയറി വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ. WSR 204 വീട്ട് നമ്പർ, ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്കിതിൽ പ്രമാണത്തിൽ 5.25 സെൻറ്റ്, റീസർവേയിൽ 5.5 സെൻറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് പൈസ കൊടുക്കുമ്പോൾ 5.25 സെൻറ്റിൻ്റെ റേറ്റ് നിങ്ങൾ കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് സ്ഥലം കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നുണ്ടാവും. ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഈ വീട് വന്നിട്ട് ഒരു 40 വർഷത്തോളം പഴക്കമുള്ളതാണ്. പക്ഷേ റീസെൻ്റായിട്ട് ഇതിനകത്ത് വാടകക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവരെ മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ കാണിക്കുന്നത്. ഈ വീട് ഇപ്പോൾ സെയിലിന് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമസ്ഥർ വന്നിട്ട് സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. പുള്ളിക്കാരി ഇപ്പോൾ റീസെൻ്റായിട്ട് റിട്ടയറായി. അവർ തിരിച്ച് നാട്ടിലേക്ക് ചെങ്ങന്നൂർ ഭാഗത്തേക്ക് പോവുകയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് എടുത്ത് നിങ്ങൾക്ക് ഒത്തിരിയധികം സാധ്യതകളുണ്ട് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നിറങ്ങിയ ക്ഷേത്രമായി ആ രീതിയിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ Airbnb ആയിട്ടോ ആ രീതിയിലൊക്കെ നമുക്ക് വീട് റൂമുകളായിട്ട് വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വീട് തന്നെ ടോട്ടലായിട്ട് വാടകയ്ക്ക് കൊടുക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ചെറിയ കാർ കയറി വരും, വേഗണാർ പോലുള്ള വണ്ടികൾ കയറി വരും. ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വണ്ടി ഒരു സാൻട്രോ സിംഗ് ആയിരുന്നു. ആ വണ്ടി നമുക്ക് ഇതിനകത്ത് കയറ്റി പാർക്ക് ചെയ്യാറുണ്ട്. ആ കണ്ടീഷനിലാണുള്ളത്. ഇത് നമ്മുടെ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമുണ്ട്. ഇതിനെ ഒന്ന് റെനോവേറ്റ് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ പർപ്പസിന് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. ഇവിടെ വന്ന് പിന്നിലേക്ക് ഇറങ്ങിയത് ഇവിടെ ആയിട്ടൊരു വർക്ക് ഏരിയ, ഇവിടെ പുറത്തായിട്ടൊരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ബോർവെല്ലുണ്ട്. അത്യാവശ്യം ചെറിയൊരു ബാക്ക് യാർഡും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ 3 ബെഡ്റൂംസാണ് വരുന്നത്. അതിൽ ഒന്ന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളത്, അല്ലാണ്ട് 2 ബെഡ്റൂംസും ഉണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ റൂമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് നമുക്കൊരു ഡോറും കൂടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അങ്ങനെയും പ്രയോജനപ്പെടുത്താം. എന്നു വെച്ചാൽ ഇത് ലോക്ക് ചെയ്ത് അത് സെപ്പറേറ്റ് റൂമാക്കി വാടകയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഈ ഒരു റൂം വരുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. എല്ലാ റൂമുകളിലും കബോർഡുണ്ട്. ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വീടിന് അവർ വില ഇടുന്നില്ല. നമുക്ക് ഇവിടുത്തെ ഒരു സ്ഥല വിലയാണ് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ചാൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇപ്പം നമുക്ക് വലിയ ലോറി കയറി വരുന്ന വഴിയായിരുന്നുണ്ടെങ്കിൽ സെൻറ്റിന് 60 ലക്ഷം രൂപയ്ക്കും കിട്ടത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു വില. ഇപ്പം നമുക്കൊരു ചെറിയ കാറ് കയറുന്നത് കൊണ്ട് അതിന് കണക്കായിട്ടുള്ളൊരു വിലയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വീട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയാൽ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും Airbnb ആയിട്ടോ ഡെയിലി വാടകയ്ക്കോ അങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. അതിൻ്റെ മേളിൽ ഒരു 2 റൂം കൂടെ ഉണ്ട്. അതും കൂടെ കാണിച്ചിട്ട് വില പറഞ്ഞുതരാം. നമ്മളെ റൂഫ് വന്നിട്ട് ഇതുപോലെ GAയിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു 2 റൂംസ് കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ബാത്റൂം ഈ ഭാഗത്ത് കാണാം. നമുക്കിതാ ഇവിടെ ഒരു റൂം, ഇതൊരു റൂം, അങ്ങനെ 2 റൂംസ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് ആ രീതിയിൽ കൊടുക്കാവുന്നതാണ്. പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ 1,60,00,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ നമുക്ക് ലോറി കയറുന്ന സൈറ്റാണെങ്കിൽ സെൻറ്റിന് ഒരു 60 രൂപ 70 രൂപയ്ക്ക് മേളിലോട്ടൊക്കെയാണ് സാധാരണ വസ്തുക്കൾക്ക് ചോദിക്കുന്ന വില. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. ഭയങ്കരമായിട്ട് കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ആ രീതിയിൽ വയബിളാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഊടുവഴികളിനകത്തുള്ള വീടുകളിൽ പോയാൽ കഴിഞ്ഞാലും എല്ലാം ഫുള്ളി ഓക്കുപ്പൈഡ് ആയിരിക്കും. അതുപോലെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത്. ഇതിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ മിക്കവാറും Airbnbയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ പ്രോപ്പർട്ടീസ് ഡെയിലി വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് മെനപിടിപ്പിച്ച് നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. നമുക്കിതിന് ചോദിക്കുന്ന വില 1,60,00,000 രൂപയാണ്. നമുക്ക് സെൻറ്റിന് ഏകദേശം ഒരു 30-32 ലക്ഷം രൂപ ആ റേഞ്ചിലെ കണക്കിൽ വന്നിട്ടുള്ളൂ. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാം.